ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പരുന്തിൻ്റെ കഥയാണ് കേട്ടോ. നമുക്ക് കഥ കേൾക്കാം. ഒരിക്കൽ ഒരു പരുന്ത് മുട്ടയിട്ട് അടയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മുട്ട വിരിഞ്ഞു. പിന്നീട് രണ്ടാമത്തെ മുട്ട വിരിഞ്ഞപ്പോൾ പുറത്തു വന്ന കുഞ്ഞിന് അമ്മ നൽകിയ പേരാണ് ഗരുഡ. അവൻ്റെ ഒപ്പമുള്ള മറ്റു പരുന്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പറന്നു തുടങ്ങി. എന്നാൽ ഗരുഡയ്ക്ക് അവയേക്കാൾ വളർച്ച കുറവായിരുന്നു. അതുകൊണ്ട് അവന് പറക്കാൻ സാധിച്ചില്ല. അത് അവന് വളരെ വിഷമമുണ്ടാക്കി. അവൻ ഒറ്റപ്പെടാൻ തുടങ്ങി. മറ്റുള്ള പരുന്തുകളൊക്കെ അവനെ കളിയാക്കാനും തുടങ്ങി. അതും അവൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി. തനിക്ക് ഇനി പറക്കാൻ സാധിക്കില്ല എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. ഇപ്പോൾ അവൻ കുറച്ചു വളർന്നു. ഒരിക്കൽ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ ചിറകുകൾക്ക് നല്ല ബലമുണ്ട്. നിനക്ക് നന്നായി പറക്കാൻ സാധിക്കും. പക്ഷേ ഗരുഡയ്ക്ക് വിശ്വാസം വന്നില്ല. ഒരു ദിവസം ഗരുഡ കൂട്ടിലിരിക്കുമ്പോൾ ഒരു വയസ്സനായ പരുന്ത് അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എന്താ പറക്കാത്തത്? അപ്പോൾ ഗരുഡ അവൻ്റെ പേടിയെക്കുറിച്ച് വിവരിച്ചു. അപ്പോൾ വൃദ്ധനായ പരുന്തു പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ പേടിയുള്ളവനായിരുന്നു. നീ ഒന്നോർക്കണം, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിവർഗമാണ് നമ്മുടേത്. നമ്മുടെ ചിറകുകൾക്കാണ് ഈശ്വരൻ ഏറ്റവും ഉയരത്തിൽ പറക്കാനുതകുന്ന ബലം നൽകിയിരിക്കുന്നത്. നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ വാക്കുകൾ അവന് ധൈര്യം നൽകി. അവൻ പറക്കാൻ ശ്രമം നടത്തി. അപ്പോൾ തന്നെ അവൻ പറക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അവിടെയെല്ലാം പറന്നു. അവന് വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ അവൻ അമ്മയുടെ കൂടെ ഇര പിടിക്കാൻ പോകാൻ തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. ഇന്നവൻ അവൻ്റെ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ പരുന്താണ്. അവനെ ഓർത്ത് അമ്മയ്ക്ക് നല്ല സന്തോഷം തോന്നി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.